ഹായ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A ആണ്. അതായത് ലാസ്റ്റ് വീക്കിൽ കമന്റ് സെക്ഷനിലും DMസിലും നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ട്യൂസ്ഡേയുടെ Q&A ആയിട്ട് ചെയ്യുന്നത്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ ഈ ചാനൽ ഇടാറുള്ളൂ. അപ്പോൾ വീഡിയോസ് കയറി കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് നമ്മുടെ ഫേസിലെ ഡിസ്കളറേഷൻ മാറ്റാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ പർട്ടിക്കുലർലി എന്ത് ടൈപ്പ് ഡിസ്കളറേഷൻ ആണ് എന്ന് പറഞ്ഞത് തന്നെ ഞാൻ കോമൺ ആയിട്ട് കാണും നമ്മുടെ സൺ ഡാമേജ് കൊണ്ടുള്ള ഡിസ്കളറേഷനെ പറ്റിയും പിന്നെ മെലാസ്മ പോലെയുള്ള സ്കിൻ കണ്ടീഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സൺ ഡാമേജ് കാരണം നമ്മുടെ ഫേസിൽ മെയിൻ ആയിട്ട് വരുന്നത് ടാനിങ് ആണ്. ഇത് ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്. നമ്മുടെ സ്കിൻ നമ്മുടെ സണ്ണിന് നേരെ കൊടുക്കുന്ന ചെറിയൊരു പ്രൊട്ടക്ഷൻ ആണ് ഈ ടാനിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സൺ നമ്മുടെ ഫേസിലോട്ട് അടിക്കുമ്പോൾ നമ്മുടെ മെലാനിൻ ട്രിഗർ ആവും, എന്നിട്ടൊരു മെലാനിൻ പ്രൊഡക്ഷൻ നടക്കുകയും ഒരു കരിവാളിപ്പ് നമ്മുടെ ഫേസിൽ വരികയും ചെയ്യും. പക്ഷെ അതിന് ഇന്റൻസിറ്റി കൂടുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ കളറിൽ നിന്ന് ഡാർക്ക് ആയിക്കൊണ്ടിരിക്കും. അതാണ്. പക്ഷെ പ്രൊട്ടക്ഷൻ ആണെങ്കിലും നമ്മുടെ സ്കിൻ ഇനഫ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ മെലാനിൻ മാത്രം തരാൻ പോകുന്നില്ല. കാരണം പണ്ടത്തെ പോലെയല്ല, ഇപ്പം നമ്മുടെ സ്കിന്നിൽ നിന്ന് വരുന്ന UV ഇൻഡെക്സ് വളരെ കൂടുതലാണ്. ഇത് എന്താ പറയുക, ടാനിങ്ങിനപ്പുറം വേറെ വല്ല ഹൈപ്പർ പിഗ്മെന്റേഷനിലോട്ടും സൺ ബേണിലോട്ടും പോകും. അപ്പോൾ ഓൾറെഡി ഉള്ള ടാനിങ് നമുക്ക് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽഫ ആർബിറ്റിൻ. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫേസിൽ ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 18 above ഏജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങളിപ്പം പ്രഗ്നൻസിയിലാണെങ്കിൽ മാത്രം ആൽഫ ആർബിറ്റിൻ അവോയ്ഡ് ചെയ്യും. പ്രഗ്നൻസി അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് ടൈമിൽ ആൽഫ ആർബിറ്റിൻ അവോയ്ഡ് ചെയ്താൽ മതി. ബാക്കി എല്ലാ സമയത്തും നമുക്ക് ഇത് നമ്മുടെ ഫേസിലൊരു ടാനിങ് മാറ്റാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആൽഫ ആർബിറ്റിൻ. കൂടാതെ എന്ത് ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ, അതായത് വിറ്റാമിൻ സി, റെറ്റിനോൾ, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മെലിക് ആസിഡ്, ബെൻസോൾ പെറോക്സൈഡ് ഉൾപ്പെടെ എല്ലാ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റിലൂടെ, അതായത് ഇത്രയും ഈ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ബാക്കി സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല, നയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ് അല്ലെങ്കിൽ കോജിക് ആസിഡ്, ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമുക്ക് ഈ ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ മസ്റ്റായിട്ടും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഫേസിലെ ഡിസ്കളറേഷൻ മാറാനായിട്ട് സൺസ്ക്രീൻ ആണ്. കാരണം സൺസ്ക്രീൻ നമ്മൾ 98% സൺ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അത് ബ്രോഡ് സ്പെക്ട്രം ആണെങ്കിൽ, അതായത് UVA UVB പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീൻ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ SPF 50 PA4+ ഉള്ള സൺസ്ക്രീൻ ആവാനും ശ്രദ്ധിക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് SPF 50 അല്ല SPF 30 to 50 ഇടയിൽ പറയുമെങ്കിലും ഇപ്പോൾ ഈ ഒരു സമ്മർ സീസണിൽ SPF 50 തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ പറയും ചിലപ്പോൾ ഞാൻ വീട്ടിനകത്തിരിക്കാൻ, അപ്പോൾ എനിക്ക് ടാനിങ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. നമ്മുടെ വീട്ടിനകത്തിരുന്നാലും നമ്മുടെ ജനലിൽ കൂടെയൊക്കെ നമ്മുടെ വീട്ടിനകത്തോട്ട് സൺലൈറ്റ് വരുന്നുണ്ടെങ്കിൽ, അത് കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. രാവിലെ ഒരു 9 മണി തൊട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ വൈകിട്ട് 5 മണി വരെ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ടും റീഅപ്ലൈ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ വീക്ക്ലി വൺസ് ഒരു ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ ഗ്ലൈക്കോളിക് ആസിഡ് ടോണറോ നൈറ്റ്ലി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് സ്കിപ്പ് ചെയ്തിട്ട് ലാക്റ്റിക് ആസിഡോ മെന്റലിക് ആസിഡോ യൂസ് ചെയ്യും. അതല്ല, നിങ്ങളത് നോർമൽ ഡ്രൈ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് സിറം യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ടോണർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് റിസൾട്ട് കിട്ടാനായിട്ട് ദിവസം യൂസ് ചെയ്യാനായിട്ട് പാടില്ല. മാക്സിമം വീക്ക്ലി ട്വൈസ്, ഒരു മിനിമം റേഞ്ചിലാണെങ്കിൽ വീക്ക്ലി വൺസ് തന്നെ നമുക്ക് യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടും. പിന്നെ വിറ്റാമിൻ സി, റെറ്റിനോൾ, സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അതല്ലെങ്കിൽ മെന്റലിക് ആസിഡ്, റെറ്റിനോൾ പോലെയുള്ള സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണറോ സിറമോ യൂസ് ചെയ്യുന്ന ദിവസം നൈറ്റിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. വിറ്റാമിൻ സി മോർണിംഗിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂ ഇല്ല. പക്ഷേ നൈറ്റിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ സിറമോ ടോണറോ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അതൊരുവിധം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്നൊരു ഡിസ്കളറേഷനാണ് നമ്മുടെ മെലാസ്മ അതല്ലെങ്കിൽ കരിമാങ്കല്യം. ഇത് കൂടുതലായിട്ട് നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിൾ ഇതാവുമ്പോഴത്തേക്ക് ലേഡീസിൽ കാണുന്നുണ്ട്. അതായത് നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് മെലാസ്മയല്ല, ഒരു പ്രഗ്നൻസി മാസ്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലും ഈ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ കൂടിയിട്ട് വരുന്ന ചാൻസ് ഉണ്ട്. അത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട്. മെലാസ്മ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വരുമെങ്കിലും കൂടുതലായിട്ടും കാണപ്പെടുന്ന ആണുങ്ങൾക്കാണ്. പിന്നെ ഇതൊരു 30s എബോവ് ഉള്ള സ്ത്രീകൾക്കാണ് കൂടുതലും കാണുന്നത്. റീസൺ എന്തൊക്കെയാന്ന് വെച്ചാൽ, മെയിൻ നമ്മുടെ സൺ ഡാമേജ് ഒരു കുറേ കാലം നമ്മൾ സൺസ്ക്രീൻ ഒന്നും ഇടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ചില ആൾക്കാർക്ക്, എല്ലാവർക്കും ചില ആൾക്കാർക്ക് ട്രിഗർ ചെയ്തിട്ട് അത് മെലാസ്മ ആയിട്ട് മാറും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ മെനോപാസ് പോലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ വരുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് മെലാസ്മ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സ്ട്രെസ്, പിന്നെ നമ്മുടെ വെയിലല്ലാത്ത നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഉള്ള ചൂട്, ഇത് കാരണം, അതല്ലെങ്കിൽ
വേറെ എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടേഴ്സ്, നിങ്ങൾ കഴിക്കുന്ന മെഡിക്കേഷൻ, അതൊക്കെ കൊണ്ടിട്ട് നമുക്ക് മെലാസ്മ വരാം. മെലാസ്മ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റേഷൻ പാച്ചാണ്, കുത്തുകുത്തായിരിക്കും, ഒരു ലിറ്ററലി പാച്ച് ആയിട്ട് ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഒരു ലൈറ്റിഷ് ഗ്രേ കളറിലോ ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഇന്ത്യൻ സ്കിൻകാർക്ക് കൂടുതലായിട്ടും ഇതൊരു ബ്രൗൺ കളറിലായിരിക്കും കാണപ്പെടുന്നത്. നമ്മുടെ നെറ്റിയിൽ, കവിളിന്റെ രണ്ട് ഭാഗത്തും, മൂക്കിന്റെ മുകളിൽ, ചിന്നിലും ഒക്കെ ആയിരിക്കും മെലാസ്മയുടെ ഈ ഒരു പിഗ്മെന്റേഷൻ വരുന്നത്. മെലാസ്മയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. കോജിക് ആസിഡ് എന്ന് പറയുന്ന സിറം തന്നെ യൂസ് ചെയ്യണം. കോജിക് ആസിഡ് 2%ഉം 3% ആണ് നോർമലി നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാറുള്ളത്. ബിഗിനേഴ്സ് ആണെങ്കിലും ഞാൻ എപ്പോഴും പറയും ഡെയിലി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് 2 നേരം യൂസ് ചെയ്യാനായിട്ടും നല്ലത് 2% അടങ്ങിയ കോജിക് ആസിഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 2 നേരം കോജിക് ആസിഡ് യൂസ് ചെയ്യാം. വിറ്റാമിൻ സി മുതൽ എല്ലാ ഇൻഗ്രീഡിയൻറ്റും, റെറ്റിനോൾ വരെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും കോജിക് ആസിഡ് യൂസ് ചെയ്താൽ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ട്രിഗറിങ് ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ മെലാസ്മയുള്ളത്. അതിപ്പോൾ മെൻസ്ട്രൽ റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയുമ്പോഴത്തേക്ക് മെലാസ്മ കുറയും. പിന്നെ പിഗ്മെന്റേഷന് ഇന്റൻസിറ്റി കൂടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ ആൾക്കാർക്കും ഈ ഇന്റൻസിറ്റി നമ്മൾ കൂടുന്നത് കൊണ്ടാണ് അതിന്റെ പിഗ്മെന്റേഷൻ ആ ഒരു ട്രിഗറിങ് ഫാക്ടർ കഴിഞ്ഞാൽ റെസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ കോജിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റിയും അതുപോലെ തന്നെ മെലാസ്മയും മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതൊരു മാജിക്കൽ ഇൻഗ്രീഡിയന്റ് ഒന്നുമല്ല, നല്ല ടൈം എടുത്തിട്ടേ മാറാനായിട്ട് പോകുന്നുള്ളൂ. പിന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സൺസ്ക്രീൻ ആണ്. കാരണം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം ഒരുവിധം സൺ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് ഒരുവിധം കംപ്ലീറ്റ്ലി സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നതുകൊണ്ട് ഈ ഓൾറെഡി ഉള്ള ആ ഒരു പിഗ്മെന്റേഷന്റെ ഇന്റൻസിറ്റി പിന്നെ ഇന്റൻസ് ആയിട്ട് വരാതെ അത് കുറയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സൺസ്ക്രീനും കോജിക് ആസിഡും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൈക്കോളിക് ആസിഡ് മറക്കാൻ പാടില്ല. പിന്നെ ഒരു മിഡ് 30s എബോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി 2 പ്രാവശ്യം ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ ടോണറോ യൂസ് ചെയ്തുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ പ്രഗ്നൻസി മാസ്ക് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ കോജിക് ആസിഡോ അതല്ല നിങ്ങളുടെ ഗ്ലൈക്കോളിക് ആസിഡ് അവോയ്ഡ് ചെയ്തിട്ട്, ഗ്ലൈക്കോളിക് ആസിഡ് വീണ്ടും നമുക്ക് പ്രഗ്നൻസിയുടെ 6% അല്ലെങ്കിൽ 7% വരെ യൂസ് ചെയ്യാം. പക്ഷേ കോജിക് ആസിഡ് ഡെഫിനറ്റ്ലി നമുക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അസലിക് ആസിഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതും മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പം ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഡിസ്ക്ലറേഷൻ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ മൗത്തിന് അറൗണ്ടുള്ള ഡിസ്ക്ലറേഷൻ മാറ്റാനും കോജിക് ആസിഡ് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് നമ്മുടെ ഫേസിൽ ഓപ്പൺ പോസ് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് കുറേ Q&Aയിലും അല്ലാതെയൊക്കെ നമ്മൾ ഓപ്പൺ പോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡൗട്ടുള്ളതുകൊണ്ട് Q&A ആണ് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. നമുക്ക് ഓപ്പൺ പോസ് കുറേ രീതിയിൽ വരാം. അതായത് നമ്മൾ ടീനേജിന്റെ ടൈമിൽ തന്നെ നമുക്ക് ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ പോസ് പ്രോമിനന്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. അതല്ല ഒരു 25 ശേഷമാണ് നിങ്ങൾക്ക് ഓപ്പൺ പോസ് പ്രോമിനന്റ് ആയിട്ട് വരുന്നിട്ടുള്ളതെങ്കിൽ അത് നമ്മുടെ ഫേസിൽ കൊളാജൻ കുറയുന്നത് കൊണ്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ടീനേജിന്റെ ടൈമിൽ അതല്ലെങ്കിൽ ഓയിലി സ്കിൻകാർക്കോ കോമ്പിനേഷൻ സ്കിൻകാർക്കോ ആക്നെ സ്കിൻകാർക്കോ ആണ് ഓപ്പൺ പോസ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് സാലിസിലിക് ആസിഡ് വീക്കിലി വൺസ് ഒരു സിറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യാം. ടീനേജേഴ്സ് ആണെങ്കിൽ സിറത്തിന് പകരം നിങ്ങൾക്ക് ഫേസ് വാഷിലോട്ട് പോകാം. അതല്ല ടീനേജർ അല്ലെങ്കിൽ 20 എബോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം. പിന്നെ വീക്കിലി വൺസ് സാലിസിലിക് ആസിഡ് സിറോ യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പോസ്റ്റിന്റെ അപ്പിയറൻസ് ഒരുവിധം കുറയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇനി ഓപ്പൺ പോസ് കാരണം ഉണ്ടാകുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നമുക്ക് സാലിസിലിക് ആസിഡിൽ കൂടെ ഒഴിവാക്കാനായിട്ട് പറ്റും. കാരണം ഇതൊരു BHA ആയതുകൊണ്ടും, ഈ BHA എന്ന് വെച്ചാൽ ബീറ്റാ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല പോസിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് BHAക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേസ് വാഷിന്റെ രൂപത്തിൽ യൂസ് ചെയ്യാം. പിന്നെ അതല്ല നിങ്ങൾക്ക് ഒരു 20 എബോക്കെ ആണ് നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യാം. സെറം വീക്കിലി വൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഏറ്റവും നല്ലത് നൈറ്റ്ലി യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുമ്പോൾ വിറ്റാമിൻ സി സിറമോ റെറ്റിനോൾ സിറമോ അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ അതല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് സിറമോ മെന്റലിക് ആസിഡ് സിറമോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സെറം എന്നല്ല, ഈ പറഞ്ഞ ഇത്രയും 5 സാധനത്തിന്റെ തന്നെ ടോണേഴ്സും നമ്മൾ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യണമെങ്കിൽ ഈ 5 സാധനത്തിന്റെ സിറമും ടോണറും യൂസ് ചെയ്യുന്നുണ്ട്. ഇഷ്യൂ ഒന്നുമില്ല. ഓവർഡു ചെയ്യാതിരുന്നാൽ മതി. അതായത് സാലിസിലിക് ആസിഡ് സിറവും സാലിസിലിക് ആസിഡ് ഫേസ് വാഷും ഒരുപാട് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഡ്രൈനെസ് കൂടും. കാരണം സാലിസിലിക് ആസിഡ് അറിയത്തില്ല ഇത്ര എമൗണ്ട് ഓയിലേ നമ്മുടെ ഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്രയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം സാലിസിലിക് ആസിഡ് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഡ്രൈ ആവുകയും അത് കാരണം ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ വീക്കിലി വൺസ് സിറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യുക. ഫേസ് വാഷ് ഡെയിലി യൂസ് ചെയ്താൽ കുഴപ്പമില്ല. സെറം യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടോണേഴ്സും സിറംസും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മോയ്സ്ചറൈസർ പ്രത്യേകിച്ചും നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റഡ് മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സാലിസിലിക് ആസിഡ് സിറം നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സിറം കൂടി ഈ ഒരു സമയത്ത് യൂസ് ചെയ്യണം. അതാണ് നയാസിനമൈഡ് സിറം.
നയാസിനമൈഡ് നിങ്ങൾക്ക് ടീനേജേഴ്സിൻ്റെ ടൈമിൽ 5% സ്റ്റാർട്ട് ചെയ്താൽ ഇഷ്യൂ ഒന്നുമില്ല. അതായത് പ്ലമ്മിൻ്റെ 5% നയാസിനമൈഡ്, മിനിമലിസ്റ്റിൻ്റെ 5% നയാസിനമൈഡ്, സുഗന്ധയുടെ 5%, ഡെർമക്കോയുടെ 5% ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നയാസിനമൈഡ്സ് ആണ്. ഈവൻ ഫോക്സ്ടെയിലിൻ്റെ 5% നയാസിനമൈഡും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ 20s നിങ്ങൾ ഇതുവരെ നയാസിനമൈഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 5% സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബോട്ടിൽ തീർന്നതിന് ശേഷം നിങ്ങൾക്ക് സ്വിച്ച് ടു 10%ലോട്ട് പോകാം, ഇഷ്യൂ ഒന്നുമില്ല. അപ്പം പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ടത്, നയാസിനമൈഡ് നമുക്ക് ഡെയിലി യൂസ് ചെയ്താൽ കുഴപ്പമില്ല. ഏതൊരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റ് കൂടെ നയാസിനമൈഡ് യൂസ് ചെയ്യാം. ഏത് സ്കിൻ ടൈപ്പുകാർക്കും നയാസിനമൈഡ് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ സാലിസിലിക് ആസിഡും നയാസിനമൈഡും കൂടെ യൂസ് ചെയ്താൽ ടീനേജ് ടു ഒരു 20 അല്ലെങ്കിൽ mid-20s വരെയുള്ള ഓപ്പൺ പോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് എബോവ് വരുന്ന ഓപ്പൺ പോസ് കൊളാജൻ ബ്രേക്ക് ഡൗൺ വരുന്ന ഓപ്പൺ പോസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊളാജൻ ബൂസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. റെറ്റിനോൾസ്, പെപ്റ്റൈഡ്സ് ആണ് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ റെറ്റിനോൾ യൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് ഒരു മൾട്ടി പെപ്റ്റൈഡോ പോലെയുള്ള സിറംസ് യൂസ് ചെയ്യാം. നമ്മുടെ മിനിമലിസ്റ്റിന്റെ മൾട്ടി പെപ്റ്റൈഡ്, അതല്ലെങ്കിൽ നമ്മുടെ ഹൈഫന്റെ പെപ്റ്റൈഡ് കോക്ടെയിൽസ്, അതല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റിന്റെ മൾട്ടി പെപ്റ്റൈഡ്സ്, അതല്ലെങ്കിൽ നമ്മുടെ അമീനോന്റെ മൾട്ടി പെപ്റ്റൈഡ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കോസറെക്സിന്റെ സെറം ബൂസ്റ്റർ, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ കൊളാജൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് മാറുന്നില്ല എന്ന് തോന്നിയാൽ യു ക്യാൻ ഗോ ടു റെറ്റിനോൾ. റെറ്റിനോൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെറ്റിനോൾസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഫോർമുലാറെക്സിന്റെ റെറ്റിനോൾ, അതല്ലെങ്കിൽ നമ്മുടെ ഫോക്സ്ടെയിലിന്റെ റെറ്റിനോൾ, അതല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ വി ആൻഡ് ഡെർമക്കോയും കൂടി ചേർത്തിട്ടുള്ള റെറ്റിനോൾ ക്രീം ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ റിക്വലിന്റെ റെറ്റിനോളൊക്കെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്, യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് വീക്ക്ലി ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പാടില്ല. വീക്ക്ലി 3 ടൈംസ്, അത് നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിനുശേഷം മസ്റ്റായിട്ട് നിങ്ങളുടെ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വിറ്റാമിൻ സി സിറം, സാലിസിലിക് ആസിഡ് സിറം, ഗ്ലൈക്കോളിക് ആസിഡ് സിറം, ലാക്റ്റിക് ആസിഡ് സിറം, മെന്റലിക് ആസിഡ് സിറം, അതല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ടോണേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം ഈ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ദിവസം ഞാൻ ഈ പറഞ്ഞ 5 ഇൻഗ്രീഡിയന്റിന്റെയും സിറമും ടോണറും അവോയ്ഡ് ചെയ്യുക. പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓയിലി ആക്നി അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാരാണ് നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഫേസ് വാഷ് ആണ് ഇഷ്യൂ ഒന്നുമില്ല, നിങ്ങൾക്ക് റെറ്റിനോൾ കൂടെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഡ്രൈനെസ് ഇപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിറ്റുന്ന ഡ്രൈനെസ് ഫീൽ ആവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡേ മാത്രം സാലിസിലിക് ആസിഡിന് പകരം ഏതെങ്കിലും ഒരു ജെൽ ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷിലോട്ട് പോകും. നമ്മുടെ സിമ്പിളിന്റെ ഫേസ് വാഷ് ഒക്കെ ഇല്ലേ, അങ്ങനെ ഏതെങ്കിലും ഒരു ഫേസ് വാഷിലോട്ട് പോകുന്നതായിരിക്കും ബെസ്റ്റ്. ഇനി നിങ്ങൾ മോയ്സ്ചറൈസേഴ്സ് വാങ്ങിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഓയിലി സ്കിൻകാരാണ്, ഓയിലി അല്ല കുറച്ച് ഓയിലി ആണെങ്കിൽ നിങ്ങൾ ഓയിലി സ്കിൻ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി എന്നല്ല, ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും മാക്സിമം സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി നിങ്ങളുടെ ഡ്രൈ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആയിട്ട് വരുന്ന റീസൺ കാരണം ഉണ്ടായിട്ടുള്ള ഓപ്പൺ പോസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾസോ അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്സോ പെപ്റ്റൈഡ്സോ ഹെൽപ്ഫുൾ ആവുന്നതിനേക്കാളും നന്നായിട്ട് ഹെൽപ്ഫുൾ ആവുന്നതാണ് നയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ്സ്, സെറമൈഡ്സ്, ഗ്ലിസറിൻ നോക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല സെറമൈഡും ഗ്ലിസറിനും അടങ്ങിയ മോയ്സ്ചറൈസേഴ്സ് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈ സ്കിൻകാരുടെ മോയ്സ്ചറൈസേഴ്സിന്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം, അതൊന്ന് കയറി കണ്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഹൈലറോണിക് ആസിഡ് സിറം നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നയാസിനമൈഡ് സിറം നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ മാക്സിമം സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ടും ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്കിൻ ഡ്രൈയിങ് ഇൻഗ്രീഡിയൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. പിന്നെ ഹൈലറോണിക് ആസിഡ് സിറം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്യരുത്. സ്കിൻ ഡാമ്പ് ആയിരിക്കും, അതായത് ചെറിയ രീതിയിലൊരു നനവ് ഫേസിലുള്ളപ്പോൾ വേണം ഹൈലറോണിക് ആസിഡ് സിറം ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് സിറം യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ അതിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടും ഇതിന് ഓപ്പൺ പോസ് കുറവൊന്നുമില്ല, എനിക്ക് ഇപ്പോഴും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷോ അതല്ലെങ്കിൽ അതിന്റെ സിറമോ യൂസ് ചെയ്യുമ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും, പോസ് ക്ലെൻസ് ആവും എന്നുള്ളത് സത്യമാണ്. പക്ഷെ വീണ്ടും നമ്മുടെ പോസ് ക്ലോഗ് ആവുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഈ നമ്മുടെ പോസിനകത്ത് ഡെഡ് സ്കിൻ, ഓയിൽസ്, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇരുന്നിട്ടാണ് നമുക്ക് ഈ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അഥവാ അങ്ങനത്തെ ടൈപ്പ് ആക്നേസ്, ഓപ്പൺ കൊമഡോൺസ് ആയിട്ടുള്ള ആക്നേസ് നമ്മുടെ ഫേസിൽ വരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അതിനുശേഷം യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആണെങ്കിൽ ലൈറ്റ് വെയ്റ്റഡ് നോൺ കൊമഡോജനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്, ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം എപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. അതുകൂടാതെ പറ്റുവാണെങ്കിൽ ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഡേർട്ട്, സൺസ്ക്രീൻസ് ഒന്നും കൂടെ നന്നായിട്ട് നമുക്ക് എടുത്തു കളയാനായിട്ട് പറ്റും. അതൊന്നെങ്കിൽ ഓയിൽ ക്ലെൻസർ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഗാർണിയറിനെ പോലെയുള്ള എന്തെങ്കിലും മിസലർ വാട്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും മതി. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ഓയിൽസ്, അതായത് നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെത്, ഋതത്തിൻ്റെ, ക്ലെയറിൻ്റെ ഒക്കെ ഫേഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീരെ ഓയിൽ
ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻകാർക്കാണെങ്കിൽ ഇഷ്യൂസ് ഒന്നും വരാൻ പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫേഷ്യൽ ക്ലെൻസിങ് ഓയിൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ നോർമൽ ഫേസ് വാഷ് വെച്ച് കഴുകുക. അതല്ല നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പേടിയാണ്, വീണ്ടും അത് ക്ലോഗ് ആക്കും, നിങ്ങൾക്ക് മനസ്സിലൊരു വിചാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കണം. നിങ്ങൾക്ക് മിസലാർ വാട്ടർ യൂസ് ചെയ്യാം, ഗാർണിയറിൻ്റെ അതല്ലെങ്കിൽ ബയോഡേർമയുടെ ഒക്കെ ഏതെങ്കിലും ഒരു മിസലാർ വാട്ടർ യൂസ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങളുടെ ഫേസ് വാഷ് ഫോളോ അപ്പ് ചെയ്യാൻ മറക്കണം. സോ ഇതായിരുന്നു ഇന്നത്തെ Q&A. ഇതിനകത്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഞാൻ ഒരുവിധം ക്ലിയർ ആക്കി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണം. നമുക്ക് Q&A ആയിട്ടോ ലോങ് വീഡിയോ ആയിട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ടോ ഒക്കെ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ Q&A ആയിട്ട് ട്യൂസ്ഡേ ആണ് വരുന്നത്, മറ്റുള്ള വീഡിയോസ് തേഴ്സ്ഡേയും സൺഡേസിലുമാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് തേഴ്സ്ഡേ വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.